ഡ്രഗ്സിനെ കുറിച്ച് ഞാനൊന്നും അധികം പറയുന്നില്ല. വേറൊന്നുമല്ല കാര്യം. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് കുറെ നേരം കുറെ പേര് ക്ലാസ് എടുത്തിട്ട് അവസാനം കഴിഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അവസാനം നമ്മുടെ മോക്ഷ പറഞ്ഞ പോലെ ഇഫ് ഐ ആം ടേക്കിംഗ് ഓർ യു ആർ ടേക്കിംഗ് എന്നുള്ളതല്ല, ഇത് എടുക്കാതിരുന്നാൽ നല്ലത്. അങ്ങനെയാണ് മോക്ഷ പറഞ്ഞു നിർത്തിയത്. അപ്പോ ചെറിയൊരു ഇൻസിഡന്റ് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തും എനിക്ക് സഹോദര തുല്യ ഒരു വ്യക്തിയാണ് ഷൈൻ ടോം. ചിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കളിയാക്കാനുള്ളൊരു മാറ്റർ അല്ല. ഞാൻ നവംബർ 2024 ഒരു ആദ്യവാരം ഷൈൻ എന്നെ ഒരു ദിവസം വിളിക്കുകയാണ്. എടോ, എൻ്റെ പപ്പ ഇങ്ങനെ ഹോട്ടലിലുണ്ട്, അപ്പൊ താനൊന്ന് വരണം എന്ന് പറയാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഷൈൻ്റെ പപ്പയ്ക്ക് വയ്യ, ചെറിയ ശ്വാസം മുട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞോടോ ഞാനും കൂടി വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഷൈന് ഏതോ ഷൂട്ട് കഴിഞ്ഞ് വന്നിരുന്നോണ്ട് ഞാൻ പറഞ്ഞു ഷൈനെ നീ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചാക്കോങ്കളിനെ കൊണ്ടുപോയി ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് പുള്ളിയെ തിരിച്ച് അതുപോലെ തന്നെ ആ ഹോട്ടലിലാക്കി. അപ്പോൾ ഹോട്ടലിലാക്കുന്നതിന് ഏകദേശം അവിടെ ഈ ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പായിട്ട് പാർക്കിങ്ങിൽ വെച്ചിട്ട് അങ്കിളിങ്ങനെ പല പല കാര്യങ്ങൾ, എൻ്റെ പല പല വ്യാകുലതകൾ, അങ്കിളിന്റെ വിഷമങ്ങൾ, ഷൈൻ എങ്ങനെ തിരിച്ച് എന്താ പറയാ ഈ വിഷമസന്ധിയിൽ നിന്ന് എങ്ങനെ പുറത്താക്കാം, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ച് ലൈഫിലോട്ട് കൊണ്ടുവരാം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്കിള് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിളെ ഒരു സുഹൃത്തുന്ന രീതിയിൽ എനിക്ക് അവൻ്റെ അടുത്ത് പറയുന്നതിന് പരിമിതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ട് കഴിഞ്ഞ് ഞാൻ മെനങ്ങാന്ന് രാത്രി ഞാൻ അങ്കിളിന്റെ അടക്കത്തിന്, ഇന്നലെ കാലത്തായിരുന്നു അടക്കം, മെനങ്ങാന്ന് രാത്രി ഞാൻ ഷൈനെ ഹോസ്പിറ്റലിൽ പോയി കാണാണ്. ഹോസ്പിറ്റലിൽ പോയി കാണുമ്പോൾ ഷൈൻ്റെ ഇടത് കൈയിന്റെ ഈ എല്ല് കീഴ്ഭാഗം ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പുള്ളി കടുത്ത വേദനയിലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഷൈൻ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്കിള് പോയ കാര്യം ഷൈൻ അറിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കണ്ണു തുറക്കുമ്പോഴേക്കും അപ്പന്റെ കാതല് ചോരയായിരുന്നു, ഇത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷൈൻ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പുറകെ നടന്ന് അപ്പം പോയടോ എന്ന് പറഞ്ഞു. അപ്പോ ഇതിൽ കൂടുതൽ ഒരു മെസ്സേജോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കഥയോ നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ പേരുടെ വീട്ടിലും ഇൻസ്റ്റെഡ് ഓഫ് മെത്തോ അല്ലെങ്കിൽ സോക്കോൾ ഡ്രഗ്സോ വാട്ട് ടു ബീറ്റ്, അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എല്ലാ പേർക്കും നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അവരെ കുറിച്ച് ഇടയ്ക്ക് ഓർത്താൽ മതി, അല്ലാണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. അവരുടെ ആ ഓർമ്മ തന്നെ ധാരാളമാണ്. അപ്പൊ ഷൈൻ ചിരിച്ചുകൊണ്ടാ പറഞ്ഞു, ഒട്ടും ഇമോഷൻ അല്ലാതെ അപ്പം എന്റെ പുറകെ നടന്നിരുന്ന അപ്പം പോയടോ എന്ന് പറഞ്ഞപ്പോ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോ കുറച്ചു നേരം ഒരു വല്ലാത്തൊരു ഷോക്കിലായി ഞാൻ. അപ്പൊ ഞാൻ കണ്ണു നിറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത റൂമിൽ ഷൈൻ്റെ മമ്മ കിടക്കുന്നുണ്ടായിരുന്നു. മമ്മയെ കണ്ടു. ഞാൻ തിരിച്ച് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ മമ്മയ്ക്ക് ഇതുപോലെ തന്നെ ഹിപ്പിന് ചെറിയൊരു പൊട്ടല്, അതുപോലെ തന്നെ ഡിസ്കിന്റെ പ്രൊലാപ്സ്. അപ്പൊ മമ്മയുടെ ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ആയി. അതിന് കുറച്ച് നാളെടുക്കും മമ്മയ്ക്കൊന്നും ശരിയാവാൻ. അപ്പൊ പാരന്റ്സ് നമുക്കൊക്കെ വേണ്ടി ചെലവഴിക്കുന്ന സമയം മേ ബി അധികം ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ എല്ലാ പേർക്കും ഒരുപാട് സമയം നമ്മൾ ഓരോരുത്തരായിട്ട് പങ്കിടാൻ സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ മമ്മിയായിരിക്കും നന്നായിട്ട് പെരുമാറുന്നത്, ചിലപ്പോൾ പപ്പയ്ക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെ പല തോതിലായിരിക്കാം പലയിടത്തും. പക്ഷെ അവരെല്ലാവരും ഓടുന്നത് നമുക്കൊക്കെ വേണ്ടി തന്നെയാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ധാരാളം. ഇതാണ് എനിക്ക് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഏതൊരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മെസ്സേജ്. അപ്പോ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് പറയേണ്ടതായി, ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും വേണോ? നമ്മുടെ മുന്നിലുള്ള ആ ഇത് തന്നെയാണ്, ജീവിതം തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ അത്രയും ഉൾക്കൊണ്ടു നിങ്ങളുടെ സൈലൻസിലൂടെ മനസ്സിലാകുന്നുണ്ട്.